യെസ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ഡയബറ്റീസിനെ കുറിച്ചിട്ട് നിങ്ങൾക്കൊരു ഇത് ഇൻഫർമേഷൻ കൊടുക്കാനായിരുന്നു. എന്തുകൊണ്ട് ഡയബറ്റീസ് വരുന്നു, അതിൻ്റെ കാരണങ്ങൾ, അതെങ്ങനെ അവോയ്ഡ് ചെയ്യാം, അതിനെ പറ്റി വല്ല സപ്ലിമെൻ്റ് ഉണ്ടോ, ഈ വക കാര്യങ്ങളാണ്. ഇവിടെ ഒരു കാര്യം മാത്രം തുടക്കത്തിലേ മനസ്സിലാക്കുക: മെഡിസിൻ കൊടുക്കുന്നത് ഡോക്ടേഴ്സാണ്. അത് ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്ന് മെഡിസിൻ നമുക്ക് കിട്ടുള്ളൂ. മെഡിസിൻ ഉപയോഗിക്കുന്നവർ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യണം. കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റുമ്പോൾ, നിങ്ങളുടെ ആഹാര രീതി മാറ്റുമ്പോൾ, നിങ്ങൾക്ക് ആ ചെക്ക് ചെയ്യുന്ന സമയത്ത് നല്ല കുറവോ അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി അത് നോർമൽ കാണുകയാണെങ്കിൽ, ഷുവർലി യു ക്യാൻ കൺസൾട്ട് യുവർ ഡോക്ടർ ആൻഡ് ആസ്ക് വെദർ ഐ ഷുഡ് കണ്ടിന്യൂ ദ മെഡിക്കേഷൻ ഓർ നോട്ട്. അപ്പോൾ അദ്ദേഹം പല ഡോക്ടേഴ്സ് പറയും, ചില ഡോക്ടേഴ്സ് പറയും ഓക്കെ, അത് എന്തായാലും നിങ്ങൾക്ക് വേറെ നോർമൽ കാണിക്കുന്ന സ്ഥിതിക്ക് വേണ്ട. ചിലർ പറയും കണ്ടിന്യൂ ചെയ്തോ. അങ്ങനെ കൺഫ്യൂഷൻസ് വരികയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു ക്രോസ് കൺസൾട്ടേഷൻ വേറെ ഡോക്ടേഴ്സായിട്ട് നടത്താം. ഇവിടെ ഒന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത്: ഡയബറ്റീസ് ഒരു ജീവിതശൈലി രോഗമാണ്. യഥാർത്ഥത്തിൽ രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറമേ നിന്ന് വരുന്ന രോഗം, കൊറോണ അങ്ങനത്തെ രോഗം അല്ലേ അല്ല ഡയബറ്റീസ്. ഡയബറ്റീസ് എന്താണ്? നമ്മുടെ ശീലങ്ങൾ, സ്വഭാവങ്ങൾ, അതേപോലെ നമ്മുടെ ജീവിത രീതിയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളാണ്. അപ്പൊ ഇതേപോലെ ടോപ്പിക്കുകൾ ഇനി ഉണ്ടാവും, പല വിഷയങ്ങൾ. അപ്പൊ ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തികൾ യൂട്യൂബിൽ MKR CSM എന്ന ചാനലിൽ പോയിട്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അത്രയ്ക്കേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. അതിരാവിലെ നേരത്തെ എണീക്കണമെന്ന് പറയുന്നതിന് പല കാരണങ്ങളുണ്ട്. നമ്മുടെ ബോഡി തന്നെ ഒരു ബയോളജിക്കൽ ക്ലോക്കാണ്. ഇവിടെ നമ്മൾ എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം: പ്രകൃതിയില് എല്ലാ പക്ഷികള്, മൃഗങ്ങള് എല്ലാം അതിരാവിലെ എണീക്കുകയും, രാത്രിയിലത്തെ ജീവികളുടെ കാര്യമല്ല പറയുന്നത്, പക്ഷെ പുലർച്ചയ്ക്ക് എല്ലാ പക്ഷികളും എണീക്കും. ഞാൻ പോയിരിക്കുന്ന എല്ലാ രാജ്യങ്ങളിലാണെങ്കിൽ പോലും, ഏത് നഗരങ്ങളാണെങ്കിൽ പോലും, എല്ലായിടത്തും ഈ ഒരു പ്രവണതയെ കണ്ടിട്ടുള്ളൂ. പക്ഷെ മനുഷ്യൻ മാത്രമാണ് പതുക്കെ 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 അവനവന്റെ സൗകര്യപ്രകാരം കിടക്കാനും അതേപോലെ എണീക്കാനുള്ള ശീലങ്ങൾ മാറ്റിയത്. ഈ ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്ന സമയത്ത് വീണ്ടും ഒരു തിയറി ഉണ്ട്. ഞാൻ അത് ചൈനീസ് സിസ്റ്റം സ്റ്റഡി ചെയ്തു, ആയുർവേദ സിസ്റ്റം സ്റ്റഡി ചെയ്തു. എല്ലാത്തിലും പറയുന്നത് വൻകുടൽ അതേപോലെയുള്ള ഓർഗൻസ് പ്രവർത്തിക്കുന്നത് പുലർച്ചെ സമയങ്ങളിലാണ്. നേരത്തെ എണീക്കുന്നതിന് വേറെ ഗുണങ്ങളുണ്ട്. കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണ് നമ്മളെ വല്ലാണ്ട് ബാധിക്കാണ്ടിരിക്കാൻ നമ്മൾ നേരത്തെ എണീക്കാറുണ്ട്. അങ്ങനെ കാരണം ഏറ്റവും കൂടുതൽ മരണങ്ങൾ പോലും ഉണ്ടാവുന്നത് ഈ നേരം വെളുത്ത പുലർച്ചെ, അതേപോലെ ഒരു 5:30-6:00 ഇടയിലാണ്. എന്താ കാരണം വെച്ചാൽ അത് ആ സമയത്ത് കോർട്ടിസോളിന്റെ ലെവല് കുറച്ച് ഹൈ ആണ്. ഇതൊക്കെ ബോഡിക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്, പക്ഷെ ചില സമയത്ത് അത് അനാവശ്യമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായി മാറും. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് നേരത്തെ എണീക്കണം. പിന്നെ അതിരാവിലെ ബേസിക്കലി നമുക്ക് ചെയ്യാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഡ്രിങ്ക് പ്ലെയിൻ വാട്ടർ. അപ്പൊ എന്റെ ഉടനെ തന്നെ ധാരാളം നമുക്ക് സാധിക്കാവുന്ന അത്രയ്ക്ക് സാധാരണ വെള്ളം കുടിക്കുക. ഇല്ലെങ്കിൽ ശകലം ഇളം ചൂട് വെള്ളത്തിൽ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടിടാം. അല്ലെങ്കിൽ മറ്റേ മോര് പോലെയുള്ള എന്തെങ്കിലും കഴിക്കാം. ഏറ്റവും ബെസ്റ്റ് അതിരാവിലെ ഫ്രൂട്ട്സിന്റെ ജ്യൂസ് കഴിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ വളരെ നല്ലതാണ്. എന്താ കാര്യം വെച്ചാൽ അതിൽ ഫൈബ്രസ് കണ്ടന്റും കാര്യങ്ങളുണ്ട്. ഫൈബ്രസ് കണ്ടന്റ് തന്നെ യഥാർത്ഥത്തിൽ ഡയബറ്റീസിന് ഒരു അനുഗ്രഹമാണ്. അപ്പൊ അത് ആണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ ഏറ്റവും നല്ലത് എന്താണ്? റോബസ്റ്റ് പഴം. അപ്പൊ ബോംബെയിലെ കേല എന്നാണ് പറയാ. ഏഹ് അപ്പൊ അങ്ങനെ അതേപോലെ പപ്പക്കായ, ഓറഞ്ചുകൾ, ഈ വക കൂടുതൽ വാട്ടറി ആയിട്ടുള്ള ഫുഡുകൾ. ഇതേ പ്രകാരം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വലിയൊരു വിഷയമാണ്. കാരണം ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ വല്ലാണ്ട് ഹെവി ഫുഡുകൾ നമ്മൾ ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. ഇതേപോലെ വല്ലാണ്ട് കാർബോഹൈഡ്രേറ്റ് ഉള്ളത് പാടില്ല. ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ ഫൈബർ കണ്ടന്റ് ആണ്. ഫൈബർ കണ്ടന്റിന് മില്ലറ്റ്സിലാണ് ഒരുപാട് തരം മില്ലറ്റ് ഉണ്ട്. ഇപ്പൊ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ കാര്യം വെച്ചാൽ അതിൽ ഏറ്റവും നല്ലത് ബാജരയാണ്. ബാജരയുണ്ട്, പിന്നെ റാഗി, ഇത് അടുത്തതാണ്. അതേപോലെ തിന, പിന്നെ ചാമ, അങ്ങനെയുള്ള ഒരുപാട് ഇതുകൾ ഉണ്ട്. ഇതൊക്കെ അതിൽ പെടുന്നതാണ്. നോർമലി മഹാരാഷ്ട്ര പോലെയുള്ള അതേപോലെ നോർത്ത് ഇന്ത്യ അങ്ങനെയുള്ള പല സ്റ്റേറ്റുകളിൽ, ഈവൻ ഈജിപ്റ്റ് പല സ്ഥലത്തൊക്കെ എന്താ വെച്ചാൽ ജ്വാരി ബാജര തന്നെയാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. അപ്പൊ
മനസ്സിലാക്കണം എന്താ കാര്യം വെച്ചാൽ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ഫൈബർ കണ്ടന്റ് ആണ് കൂടുതൽ. കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിലും അത് അമിതമായ അളവിലില്ല. എന്താ കാർബോഹൈഡ്രേറ്റ് എന്നൊന്ന് പതുക്കെ നമുക്ക് പഠിക്കണം. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ബാജറ എന്ന് പറയുന്ന ഒരു സാധനം. ഇത് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാവുന്ന ഒരു കൃഷി തന്നെയാണ്. CSMലെ പേൾ മില്ലറ്റിന്റെ ഇതുകൾ കിട്ടാറുണ്ട്. നോർമലി നമുക്ക് ചെയ്യാവുന്ന പല രീതികളുണ്ട്. ഇപ്പൊ ഈ മില്ലറ്റ് പൗഡർ വെറുതെ ഇളം ചൂടുവെള്ളത്തിൽ വെറുതെ കുറുക്കിയിട്ട് അതിൽ കുറച്ച് വേണമെങ്കിൽ ശർക്കരയോ അങ്ങനെ എന്തെങ്കിലും ചാലിച്ചിട്ട് നമുക്ക് കുറുക്ക് പോലെ കഴിക്കാവുന്നുള്ളൂ. ഇല്ലെങ്കിൽ റാഗീന്റെ കുറുക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ആ വക കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലതാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ 100% ഇന്ന് യൂട്യൂബിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ വിഭവങ്ങൾ കിട്ടും. പേൾ മില്ലറ്റ് ഉണ്ടാക്കിയത് എന്താ വെച്ചാൽ മനസ്സിലാക്കുക. പേൾ മില്ലറ്റില് ബാജര മാത്രമല്ല, റൈസ് ബ്രാൻ അരിന്റെ തവിട് ഉണ്ട്. അതേ പ്രകാരം തന്നെ ശർക്കര പൊടി, പഞ്ചസാരയല്ല ശർക്കര പൊടി. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, റൈസ് ബ്രാൻ ഇതേപോലെ നമുക്ക് പ്രത്യേകിച്ച് ഒരുപാട് ഗുണങ്ങളാണ്. ഇന്ന് അരി ആഹാരം തന്നെ വെളുത്ത അരിയാണ് കഴിക്കുന്നത്. അവിടെയാണ് നമ്മുടെ സകല ശാപം. അരി അല്ല പ്രശ്നം. അരി ആഹാരത്തിന്റെ മുകളിലുള്ള തവിട് എടുത്ത് കളഞ്ഞപ്പോഴാണ് പ്രശ്നം വന്നത്. ആ തവിടുള്ള അരി ഇന്ന് കിട്ടാനില്ല. മട്ടരീന്റെ പേരിൽ പല വെറ്റിക്കൽസ് ഉണ്ട്. അത് നന്നായിട്ട് കഴുകി കഴിഞ്ഞാൽ അത് താനെ വെളുത്തു വരും ചെയ്യും. അതിലൊരു ബ്രാനും ഇല്ല, ഒന്നുമില്ല. അരിന്റെ കളർ ബ്രൗൺ ആണെന്ന് മാത്രം. അടുത്തത്, മിനിമം നമുക്ക് എന്തെങ്കിലും ഒരു എക്സസൈസുകൾ നമ്മൾ ചെയ്യണം. എക്സസൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധ്യമല്ലാത്ത എക്സസൈസ് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. നമ്മുടെ ശരീരത്തിന് നമ്മുടെ പ്രായത്തിന് പറ്റിയ നമ്മുടെ രോഗത്തിനോട് യോജിപ്പുള്ള ഇതുകൾ മാത്രമേ നമ്മൾ ചെയ്യാവൂ. അതിൽ ഏറ്റവും ഈസി നടക്കുന്നതാണ്. അപ്പൊ എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് നമ്മൾ തുടക്കം നമ്മളെ കൊണ്ട് സ്റ്റാർട്ടിങ് സാധിക്കില്ല. ഇവിടെ സിമ്പിൾ ആയിട്ട് പറയാം, ജോഗിങ് സാധിക്കുന്നവരൊന്ന് ചെയ്തു നോക്കൂ. കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് കണ്ടിന്യൂസ് ജോഗിങ് ചെയ്യാൻ മിക്ക ആൾക്കാർക്കും പറ്റില്ല. ചില വളരെ റെയർ ആണ്, റെഗുലർലി ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ അത് പറ്റാറുള്ളൂ. അതിന്റെ അർത്ഥം എന്താണ്, നമ്മുടെ ബോഡി ഫിസിക്കലി വീക്കായി മാറിയിരിക്കുകയാണ്. ഈ ജോഗിങ് അല്ലെങ്കിൽ വാക്കിംഗ് പറയുന്നതിന് അടുത്തൊരു കാരണം കൂടെ ഉണ്ട്. കാരണം നമ്മുടെ തൈ ബോൺ അങ്ങനെയുള്ള കാലിന്റെ പല എല്ലുകളിലാണ് ഏറ്റവും കൂടുതൽ രക്തത്തിന്റെ മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്, പ്രൊഡക്ഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ എക്സസൈസുകൾ, ഒരുപാട് വേറെ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പൊ എക്സസൈസിന്റെ കേസ് മനസ്സിലാക്കുക, നടക്കുക, ഓടാ. ഇനി റോട്ടിൽ കൂടെ ഓടുമ്പോ പട്ടീനെ പേടിച്ചിട്ടൊന്ന് വെറുതെ പേടിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ വെച്ചിട്ട് ജോഗിങ് ചെയ്താലും മതി. എന്താ കാര്യത്തിൽ ഇതിന് വേറെ കുറെ ഗുണങ്ങളുണ്ട്. ലങ്സിനെ നമുക്ക് സ്ട്രോങ് ആക്കാം. അപ്പൊ ബ്രീത്തിങ് നോക്കിയേ, ഏറ്റവും കൂടുതൽ കൊറോണ സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടിയത് ശ്വാസത്തിന്റെ കാര്യങ്ങളായിരുന്നു അല്ലെ. അതിൽ ഏറ്റവും കൂടുതൽ ഷുഗർ പേഷ്യന്റ് ആയിരുന്നു. വെയിറ്റ് കുറയ്ക്കാനും അതേപോലെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം, ഹാർട്ടിനെ ഒന്ന് കൺട്രോൾ ചെയ്യാന്, BP കൺട്രോൾ ആവും. ഇതേ പ്രകാരം ബ്രെയിൻ ഫങ്ഷന്. പിന്നെ നടക്കാൻ പോണവരോട് പ്രത്യേകിച്ച് ഒരു ഉപദേശം, അവിടുന്ന് നടക്കാൻ പോണ സമയത്ത് കൈയും കാലൊക്കെ വീശി നടക്കുക. കയ്യിന്റെ വിരലുകളൊക്കെ നന്നായിട്ട് നമ്മൾ ചലിപ്പിക്കണം. എന്താ കാര്യം വെച്ചാൽ ആ സമയത്ത് ദയവ് ചെയ്ത് കൂട്ടുകാരുടെ കൂടെ ഏഷണിയും കുശുമ്പും പരിദൂഷണം പറഞ്ഞിട്ട് മാത്രം നടക്കരുത്. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ 40 മിനിറ്റ് മനസ്സ് ശാന്താവും. അല്ലെങ്കിൽ അല്ലാണ്ട് നമ്മൾ കുറ്റങ്ങൾ പറഞ്ഞ് നടന്നാൽ നമ്മൾ നമ്മുടെ സൗകര്യപ്രകാരം നമ്മൾ നടക്കും. അപ്പൊ നേരത്തെ എനിക്ക് ഞാൻ ആ ശീലങ്ങൾ പതുക്കെ ആക്കി മാറ്റിയാൽ വളരെ നല്ലതാണ്. എന്താ കാര്യം വെച്ചാൽ ലൈറ്റ് ഓൺ ചെയ്താൽ തന്നെ നമുക്ക് ഉറക്കം നമുക്ക് താനെ നഷ്ടപ്പെടും. പിന്നെ ഒരു കാരണവശാൽ അതിരാവിലെ തന്നെ ഫോൺ ഉപയോഗിക്കരുത്. ഉറങ്ങി എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഫോണും കാര്യത്തിലേക്കൊക്കെ കടക്കാവൂ. ഒരു സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ എക്സസൈസ് ചെയ്യുക, ഇരിക്കുന്ന കട്ടിലുമേ തന്നെ ഒരു നല്ലൊരു പെർഫ്യൂം ഒക്കെ ഉണ്ട്, മുഖം നന്നായിട്ട് കഴുകാം, നല്ല ലൈറ്റ് മ്യൂസിക്, പറ്റെങ്കിൽ ഭക്തിഗാനങ്ങൾ താല്പര്യമുള്ളവർക്ക് നല്ലൊരു ലൈറ്റ് ആയിട്ടുള്ള ഭക്തിഗാനങ്ങളോ ശാസ്ത്രീയ സംഗീതമോ അങ്ങനെ എന്തെങ്കിലും കേൾക്കാം. ലൈഫ് ബ്യൂട്ടിഫുൾ ആവും. സത്യം പറയാം, ഇത് അനുഭവിച്ചറിയേണ്ട ചില കാര്യങ്ങളാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പ്രകാരം തന്നെ നമുക്ക് വേറെ ഒരു തരം ഡ്രിങ്ക് ഉണ്ടാക്കാം. പ്രത്യേകിച്ച് ഷുഗർ രോഗികൾക്ക് നല്ല ഗുണം ചെയ്യുന്ന ഒരു ഡ്രിങ്ക് ആണ്. എന്താ വെച്ചാൽ ഒരു ഹാഫ് ചെറുനാരങ്ങന്റെ ഹാഫ് ട്ടാ, അതിന്റെ തൊലി മാത്രമേ ആവശ്യമുള്ളൂ, സ്കിൻ ലെയർ മാത്രമേ ആവശ്യമുള്ളൂ. അതിനെ 1 ഗ്ലാസ് വെള്ളത്തിൽ ഇട്ടിട്ട് തിളപ്പിച്ച് 1/2 ഗ്ലാസ് ആവണമെന്ന് പറയാം നമ്മൾ തിളപ്പിക്കണം. അപ്പൊ 2 ഗ്ലാസ് എടുക്കുകയാണെങ്കിൽ 1 ഗ്ലാസ്, കാരണം ഗ്ലാസിന്റെ വലിപ്പം വ്യത്യാസമാണ്. അത്യാവശ്യം നമുക്ക് ഒരു 100 മില്ലി അല്ലെങ്കിൽ
70 മില്ലിയെങ്കിലും വെള്ളം ഉണ്ടാവണം. അപ്പൊ അതിന്റെ ഡബിൾ എടുത്താൽ മതി. തിളപ്പിക്കുക, തിളപ്പിച്ച് ഈ ചെറുനാരങ്ങനെ തോലിട്ട് തിളപ്പിച്ച് ആറിയതിന് ശേഷം ആ വെള്ളം എടുക്കണം. ചെറുനാരങ്ങ തന്നെ വേണമെന്നില്ല. നമുക്ക് പേരയ്ക്കേന്റെ ഇല, ഇപ്പൊ നാട്ടിലൊക്കെ പേരയ്ക്കേന്റെ ഇല കിട്ടാൻ പിന്നെയും എളുപ്പമാണ്. അത് കുറെ പൊട്ടിച്ചിട്ട് ഫ്രിഡ്ജിൽ എടുത്തു വെച്ചാൽ മതി. ആവശ്യത്തിന് 2-3 മാത്രം എടുത്തിട്ട് തിളപ്പിക്കുക. സിറ്റികളിൽ ജീവിക്കുന്നവർക്ക് ഉറപ്പായിട്ട് ചെറുനാരങ്ങ തന്നെയാണ് നല്ലൊരു ഓപ്ഷൻ. അതല്ലാതെ പാഷൻ ഫ്രൂട്ട് ഉണ്ട്, പിന്നെ മുരിങ്ങേന്റെ ഇല, അങ്ങനെ നമുക്ക് പലത് യൂസ് ചെയ്യാം. എന്നിട്ട് ആ തിളപ്പിച്ച ആറിയ വെള്ളത്തിൽ 5 മില്ലി കുറുക്കുമ, പ്രത്യേകിച്ച് ഡയബറ്റീസുകാർ ശ്രദ്ധിക്കുക, 5 മില്ലി മാത്രം തുടക്കത്തിൽ മതി. എന്താ കാര്യം വെച്ചാൽ ചില വ്യക്തികൾക്ക് ഈ പെട്ടെന്ന് ബോഡി ക്ലെൻസിങ് നടക്കുന്ന സമയത്ത് അവർക്ക് ഒരു ഷുഗർ ഹൈപ്പ് പോലെ കാണിക്കും. ഭയക്കേണ്ട ആവശ്യമില്ല. ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ പോണെന്ന് മാത്രമേ ഉള്ളൂ. എന്താ കാര്യം വെച്ചാൽ ലിവറും അതേപോലെ മസിലിലും എല്ലായിടത്തും ഈ കാർബോഹൈഡ്രേറ്റിന്റെ കണ്ടന്റ് കുറെ കെട്ടിക്കിടക്കുന്നുണ്ട്. അത് പോവാൻ വേണ്ടിയിട്ടാണ് പ്രവണത. 80% ആൾക്കാർക്ക് കാണിക്കാറില്ല, 20% ആൾക്കാർക്ക് മാത്രമേ കാണിക്കാറുള്ളൂ. പിന്നെ 10% നല്ല റിസൾട്ടായി, അല്ല, ഒരു റിസൾട്ടും ഇല്ലാത്ത കേസുകളും ഉണ്ട്. 10% മാത്രം. അതർവൈസ് 90-95% ദേ ഗെറ്റ് എക്സലന്റ് റിസൾട്ട്സ്. ചിലവർക്ക് വളരെ ഒറ്റ മാസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടും. ചിലവർക്ക് 2 മാസം 3 മാസം വരെ ഒക്കെ പിടിക്കാറുണ്ട്. ഇനി അഥവാ ഷുഗറിന്റെ ലെവൽ ശകലം കയറി നിൽക്കുകയാണെന്ന് തന്നെ പറഞ്ഞോ, ഭയക്കേണ്ട യാതൊരു ആവശ്യമില്ല. 5 മില്ലി ഉള്ളത് നിങ്ങൾക്ക് 2 മില്ലി ആക്കാം, അല്ലെങ്കിൽ ഒരു തുള്ളി മാത്രം ആക്കാം. എന്നിട്ട് ആ ഒരു തുള്ളി വെച്ചിട്ട് പതുക്കെ പതുക്കെ ഗ്രാജുവലി നമ്മൾ കൂട്ടിയാൽ മതി. അപ്പൊ അത് പ്രത്യേകിച്ച് ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം അഥവാ 5 മില്ലി കഴിച്ചിട്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നവരാച്ചെങ്കിൽ പതുക്കെ ഒരു 15 ദിവസം കഴിഞ്ഞാൽ 10 ആക്കി മാറ്റാം. 10 പിന്നീട് 2 നേരമാക്കി മാറ്റാം. വെൻ യു ഫീൽ യുവർ ഷുഗർ ഇസ് 100% നോർമൽ, 100% നിങ്ങളുടെ ഡോക്ടേഴ്സായിട്ട് കൺസൾട്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ഡോക്ടറിനെ ക്രോസ് കൺസൾട്ട് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാം, അവര് പറയുന്ന ഒരു ഭാഗം കറക്റ്റ് ആണ്. വന്ന ഷുഗർ മാറുന്നത് അത്ര ഈസി അല്ലെന്ന് പറയാനുള്ള കാരണം, യഥാർത്ഥത്തിൽ ഷുഗർ അല്ല പ്രശ്നം, നിങ്ങളും അല്ല പ്രശ്നം, നിങ്ങളുടെ ജീവിതശൈലിയാണ് പ്രശ്നം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം ഉറങ്ങുന്ന സമയം, എണീക്കുന്ന സമയം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ നോക്കിയേ, ഈ നമ്മള് പുലർച്ചെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ നമ്മൾ ഡേ ടൈമാണ്, ഹൈലി അലർട്ടാണ്, പ്രഷറൊക്കെ കൂടുതലാണ്. അപ്പൊ നമ്മുടെ ബോഡീന്റെ ടെമ്പറേച്ചർ ഇതൊക്കെ ഹൈ ആയി നിൽക്കുന്നത്. പിന്നെ ഈവനിങ് ആവണ അനുസരിച്ചിട്ട് എന്താ സംഭവിക്കുക വെച്ചാൽ ആ ബ്ലഡ് പ്രഷർ വളരെ ഹൈ ആയിട്ട് നിൽക്കുന്ന സമയം എപ്പോഴാണ്? 6:30-7:30 ആ സമയമൊക്കെയാണ്. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? വളരെ റിലാക്സ് ആവാണ് ചെയ്യേണ്ടത്. ആവുന്നതും നല്ല കാര്യങ്ങൾ വായിക്കുകയും, പഴയ കാലത്ത് വിളക്ക് വെക്കുന്ന സമയമായിരുന്നു. ആ സമയത്തൊക്കെ ഏകദേശം ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്ന ഒരു കാലമായിരുന്നു. ഇന്ന് സകല ഏഷണി പ്രദൂഷണങ്ങളുള്ള സീരിയലും എല്ലാം കണ്ടിട്ട് മനുഷ്യൻ അല്ലെങ്കിൽ ഉള്ള ടെൻഷന്റെ കൂടെ 10 ഇരട്ടി ടെൻഷൻ കൂട്ടണം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, എനിക്ക് വിഷയമില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇവിടെ ചില തീരുമാനങ്ങൾ ഞാൻ തന്നെ എടുക്കണം. എൻ്റെ ജീവിതത്തിന്, എൻ്റെ ലൈഫിന് ഞാൻ തീരുമാനം എടുക്കണം. ഞാൻ ഉണ്ടെങ്കിലല്ലേ എൻ്റെ കുടുംബമുള്ളൂ. അപ്പൊ അവിടെ വേറെ കാരണങ്ങൾ കണ്ടെത്തുന്നത് തെറ്റാണ്. പിന്നെ മെലാറ്റോണിൻ ഇതിന്റെ സെക്രീഷൻ നടക്കാണ്. ഏകദേശം ഒരു 7:30-8 o'clock ആകുമ്പോഴേക്കും മെലറ്റോണിൻ, ഈ മെലറ്റോണിൻ നശിപ്പിക്കുന്ന ആരാണ്? ബ്ലൂ റേഡിയേഷൻ. ഈ ബ്ലൂ റേഡിയേഷൻ എന്ന് പറയുന്നത് ദോഷമുള്ളതല്ല. എല്ലാ മൊബൈൽ ഫോണിലും ഇത് ഉണ്ട്. സ്വിച്ച് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ആകാശം നേരം വെളുക്കുമ്പോ ആകാശത്തിനും വരുന്നത് സെയിം സാധനം തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് നേരം വെളുക്കുമ്പോൾ ഉറക്കം നഷ്ടപ്പെടാനുള്ള കാരണം. പക്ഷെ ശീലിച്ച ആൾക്കാർക്ക് 8 അല്ല 10, 12 ആണെങ്കിൽ ഉറക്കം വരും. അത് അപ്പൊ രാത്രി നന്നായിട്ട് കിടന്നുറങ്ങണം. കോർട്ടിസോളിന്റെ ഏറ്റവും ഹെവി റിലീസ് പുലർച്ചയ്ക്ക് നടക്കണമെന്ന് ഞാൻ പറഞ്ഞത് അതാണ്, 6 മണി വരെ. അതുകൊണ്ടാണ് നമ്മൾ ഈ ടൈമിംഗ് പാലിക്കണം എന്ന് പറയാൻ കാരണം. പ്രകൃതിയുടെ നിയമം ഞാൻ പഠിപ്പിച്ചു. സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് എല്ലാ പക്ഷികളും എല്ലാം അവരവരെ കൂട്ടിലേക്ക് പോകും. കൂട്ടിലേക്ക് മടങ്ങാത്ത ഒരേ ഒരു ജീവി മനുഷ്യന് മാത്രം. എന്ത് ചെയ്യാനാ അല്ലെ? അവിടെയാണ് ഉറങ്ങുന്ന സമയത്ത് ഒരു കാരണവശാലും മൊബൈൽ ഫോൺ, അതിലും ഏകദേശം 1-2 മണിക്കൂർ മുൻപ് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തേ പറ്റൂ. കേൾക്കുന്നോണ്ട് കുഴപ്പമില്ല, വാച്ച് ചെയ്യരുത്. കേൾക്കുന്നോണ്ട് കുഴപ്പമില്ല. ഇനി കേൾക്കുകയാണെങ്കിൽ തന്നെ എന്ത് റിലാക്സേഷൻ, നിങ്ങളുടെ മൈൻഡിന് ഇപ്പൊ ലൈറ്റ് പാട്ടുകളാവാം, ലൈറ്റ് ഡയലോഗുകൾ, പഴയ കാലത്തോരൊക്കെ നാടകമൊക്കെ റേഡിയോയിലൊക്കെ ഉണ്ടെന്നോ, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ, അങ്ങനെ അല്ലെങ്കിൽ വല്ല ആത്മീയമായ ക്ലാസ്സുകളോ കാര്യങ്ങളോ,
അത് കേട്ടുകൊണ്ട് കിടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന വെച്ചാൽ മാനസികമായിട്ടുള്ള പല ബുദ്ധിമുട്ടിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും. ഉറക്കത്തിൽ പരസ്യങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉറക്കത്തിൽ നിന്ന് എണിക്കേണ്ട ഗതികേടുകൾ കാര്യങ്ങൾ വരില്ല. പിന്നെ ഇതേ പ്രകാരം തന്നെ എന്താ കാര്യം വെച്ചാൽ നേരത്തെ ആഹാരം കഴിക്കാൻ എത്ര മണിക്കാണ് കഴിക്കേണ്ടത്? ഉറപ്പായിട്ടും 6-7:30. പഴയ കാലത്ത് വിളക്ക് വെക്കുന്ന സമയത്ത് നിവൃത്തിയില്ലാത്ത കാരണം കൊണ്ടാണ് നമ്മൾ ഇത് കഴിച്ചിരുന്നത്. കറണ്ട് ഉള്ള നാട്ടുകളിൽ ഇത് ശീലം ഉണ്ടാകുന്നില്ല. പക്ഷെ കറണ്ട് ഇല്ലാത്ത നാട്ടിൽ ഇന്നും ഈ ശീലം അവർ പാലിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ ഗുണം? ആക്ച്വലി അത് ഗ്യാസ്ട്രോ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പുളിച്ചു തേട്ടൽ, ഗ്യാസ് ട്രബിൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതാണ് ഷുഗറിന്റെ തുടക്കം. നമ്മുടെ ഉറക്കക്കുറവ്, ഇതാണ് ഷുഗറിന്റെ പ്രശ്നം. അതുകൊണ്ടാണ് 7:30ക്ക് വേവിച്ച ആഹാരം ഒക്കെ കഴിച്ച് തീർക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ഒരു കാരണവശാലും വേവിച്ച ആഹാരം കഴിക്കരുത്. നിങ്ങൾക്ക് വിശപ്പ് ഉണ്ടെങ്കിൽ പച്ചയായ പച്ചക്കറികളോ അല്ലെങ്കിൽ പച്ചയായ ഫ്രൂട്ട്സോ അത് നിങ്ങൾ കഴിക്കുക. എക്സാമ്പിൾ ക്യാരറ്റ് അതിൽ പെടാം, ബീറ്റ്റൂട്ട് അതിൽ പെടും, പച്ചയിൽ ക്യാബേജ് കഴിക്കാം. അങ്ങനെയുള്ള പച്ചയിൽ കഴിക്കാവുന്ന ഐറ്റംസ് ഉണ്ട്, കക്കരി ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഫ്രൂട്ട്സിൽ ഷുഗർക്കാർക്ക് ഭയമുള്ളത് പഴുത്തത് കഴിക്കരുത്. പഴുക്കാൻ തുടങ്ങിയത് കഴിക്കുന്നുണ്ട് കുഴപ്പമില്ല, സ്റ്റാർട്ടിങ്ങിലുള്ളത്. അപ്പൊ അതൊന്നും വിഷയമില്ല. 101% ആദ്യത്തെ സൊല്യൂഷൻ, കഴിക്കുന്ന ആഹാരം, പ്രത്യേകിച്ച് വേവിച്ച ആഹാരം ഒരു കാരണവശാലും 7:30 വിട്ട് പോകരുത്. മാക്സിമം 8 മണി ഈവനിങ്. അത് കഴിഞ്ഞാൽ പോകരുത്. അവിടെ അത് ആ നിയമം നമ്മൾ പാലിച്ചേ പറ്റൂ. പറ്റെങ്കിൽ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഒഴിച്ചു മാറ്റിയാൽ, ഉച്ചയ്ക്ക് കഴിച്ചോ രാവിലെ കഴിച്ചോ എപ്പോ വേണമെങ്കിലും കഴിച്ചോ, ഈവനിങ് ടൈമിൽ കഴിച്ചാൽ എന്താ വെച്ചാൽ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് കാരണങ്ങളുണ്ട്. അത് മാംസാഹാരം വളരെ കുഴപ്പമൊന്നുമില്ല. കഴിക്കുന്നവർക്ക് ന്യായമാണ്, കഴിക്കാത്തവർക്കും തെറ്റ് ഞാൻ പറയില്ല. പക്ഷെ അത് സന്തോഷമാണ്. പക്ഷെ കഴിക്കുന്നവരോട് ഒരു കാര്യം മാത്രം, എന്താ കാര്യം വെച്ചാൽ അത് അയൺ കണ്ടന്റ് അങ്ങനെയുള്ള പലതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പകൽ നേരത്തേക്ക് നമുക്ക് ഗുണം ചെയ്യാൻ നല്ലതാണ്. പക്ഷേ ഈവനിങ്ങിൽ അത് കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിന്നർ ടൈമിൽ കഴിക്കുകയാണെങ്കിൽ 4 മുതൽ 6 മണിക്കൂർ ഡൈജഷന് വേണം. ഒന്ന് ചിന്തിച്ച് നോക്കുക. 9-10 മണിക്ക് കുഴിമന്തി അതേപോലെയുള്ള നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുമ്പോൾ ആരുടെ കുഴിയാണ് നമ്മൾ മാന്തിയത്? നമ്മൾ നമ്മുടെ കുഴി തന്നെയല്ലേ മാന്തിയത്? ഏഹ് അപ്പൊ ഒന്ന് ചിന്തിക്കുക. അപ്പൊ ശ- ശവമാവണോ അതോ ശവമായി കഴിക്കണോ, അതൊക്കെ അപ്പനപ്പന ഇഷ്ടമാണ്. പക്ഷെ മേക്ക് ഇറ്റ് അക്കോർഡിംഗ് ടു ദ ടൈം. ഡൈജഷൻ ടൈം ഫോർ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഈസ് 4 hours to 6 hours. 4 hour എന്ന് പറഞ്ഞാൽ ചിക്കന് കാര്യങ്ങളൊക്കെ 4 hour. പക്ഷെ ബീഫ് അങ്ങനെയുള്ള റെഡ് മീറ്റ് ഒക്കെ ഡൈജസ്റ്റ് ആവണമെങ്കിൽ 6 hours. നമ്മൾ രാത്രി 10-11 മണിക്ക് ഇത് കഴിച്ചു കിടന്നാൽ പിന്നെ എങ്ങനെ ഉറക്കം വരാം? പക്ഷെ നമ്മൾ ഉറങ്ങും, പക്ഷെ ആ പാവം വയറ് വർക്ക് ചെയ്യണ്ടേ? ചിന്തിച്ചോ? അതിനൊരു റെസ്റ്റ് വേണ്ടേ? ബോഡീന്റെ ക്ലെൻസിങ് നടക്കണമെങ്കിൽ ഒരു റെസ്റ്റ് വേണ്ടേ? ബോഡി റെസ്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ആരോഗ്യം തിരിച്ചു കിട്ടാം? പ്രോട്ടീൻ്റെ ഡയറ്റ് കൂടുതൽ കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു നല്ലൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, സ്പൈറുലിന. അത് വളരെ നല്ലതാണ്. ഒരു ടാബ്ലറ്റ് സ്പൈറുലിന ആവറേജ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ല. നോർമലി 4 ഗ്ലാസ് പാലിൽ നിന്ന് കിട്ടാവുന്ന vitamin B12, അതേപോലെ ബെറീസിൽ നിന്ന് കിട്ടാവുന്ന ആന്റി ഓക്സിഡൻസ്, ഏകദേശം 4 ക്യാരറ്റിൽ നിന്ന് കിട്ടാവുന്ന vitamin A, 8 ഓറഞ്ചിൽ നിന്നുള്ള vitamin C, അങ്ങനെയുള്ള ഒരുപാട് സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഈ സ്പൈറുലിനയിൽ ഉണ്ട്. അപ്പൊ അതാച്ചെങ്കിൽ വെജിറ്റേറിയൻ ആണ്, നോട്ട് എ കെമിക്കൽ, നത്തിങ്. ഇറ്റ് ഈസ് എ പ്യൂർ ഫുഡ് വിച്ച് ഈസ് ഈറ്റൺ ബൈ വെയിൽസ്. തിമിംഗലം ഏറ്റവും അത് ജീവിക്കുന്നത് തന്നെ ഈ ഒരു വസ്തു കഴിച്ചിട്ടാണ്, അല്ലാണ്ട് മീനോ കാര്യങ്ങൾ തിന്നിട്ടല്ല. അതുകൊണ്ടാണ് അത് വലിപ്പം വെക്കുന്നത്. ചിന്തിച്ച ഇത്രയും ഭൂമിയിലെ ഏറ്റവും വലിപ്പമുള്ള ഒരു ജീവി തിമിംഗലാണ്, അല്ല വെയിൽ മത്സ്യമാണ്. അല്ലാണ്ട് ബീഫും പൊറോട്ട തിന്നിട്ടല്ല അത് വലുതാവുന്നത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ സ്പൈറുലിനയ്ക്ക് വേറെ കുറെ ഗുണമുണ്ട്, ഇമ്മ്യൂണിറ്റി സിസ്റ്റം അങ്ങനെയുള്ള. കാരണം ഷുഗർ രോഗികൾക്കാണ് ഇമ്മ്യൂണിറ്റി ഏറ്റവും വലിയ പ്രശ്നം. പെട്ടെന്ന് അവർക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പിടിക്കും. അപ്പൊ അവിടെയാണ്. ഡയബറ്റീസ് രണ്ട് തരമുണ്ട്. ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 1 ഉണ്ട്, ജനിച്ച മുതലുണ്ട്. ചിലവർക്ക് ടൈപ്പ് 1 അവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഏകദേശം 10-15 വയസ്സാവണേക്കാളും മുന്നേ തന്നെയാണ് ആവറേജിൽ ടൈപ്പ് 1 ഡയബറ്റിക് തിരിച്ചറിയുക. അവരെ ബോഡി ഇൻസുലിൻ ഉണ്ടാക്കണേ ഇല്ലേ ജനിച്ച മുതൽ, അല്ലെങ്കിൽ ഉണ്ടാക്കൽ സമ്പൂർണ്ണമായിട്ട് നിർത്തും. ഇൻസുലിൻ ഉണ്ടെങ്കിൽ മാത്രമേ കാർബോഹൈഡ്രേറ്റിനെ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതാണ് റിയാലിറ്റി. അപ്പൊ അതിന് പ്രത്യേകിച്ച് ഓപ്ഷൻ ഇല്ല. അത് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാവണം എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണങ്ങളും ഇന്നും ആരും കണ്ടെത്തിയിട്ടില്ല.
അപ്പൊ ഒന്ന് മാത്രം മനസ്സിലാക്കുക, ഡയബറ്റീസ് വന്നാൽ അനേക കോംപ്ലിക്കേഷനുകളുണ്ട്. അപ്പൊ അതിലേക്ക് ഞാൻ പതുക്കെ വരുന്നതാണ്. പക്ഷെ ടൈപ്പ് 2 എന്താണ്, അവരേൽ ഇൻസുലിൻ കാര്യങ്ങളുണ്ട്, പക്ഷേ കാർബോഹൈഡ്രേറ്റിന്റെ പ്രോസസ്സിങ് നടക്കുന്നില്ല. അപ്പൊ ഈ കാർബോഹൈഡ്രേറ്റ് അമിതമായി ആകുമ്പോൾ അതിനെ കളയാൻ ഫൈബർ സഹായിക്കും. പക്ഷെ കാർബോഹൈഡ്രേറ്റിന് ഉപയോഗിക്കണമെങ്കിൽ ആവശ്യത്തിന് ശരീരം ഉപയോഗിക്കണം. അത് ഉപയോഗിക്കേണ്ടത് എവിടെയാണ്? നമ്മൾ എക്സസൈസും കാര്യങ്ങളൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ബാക്കിയുള്ളത് എന്താ സംഭവിക്കുക വെച്ചാൽ, ഈ സെല്ല് സ്വീകരിക്കുന്ന സമയത്ത് നോർമലി സെല്ലിന് കാർബോഹൈഡ്രേറ്റ് ആവശ്യമുണ്ടല്ലോ. അപ്പൊ കാർബോഹൈഡ്രേറ്റ് അത് പല രൂപത്തിലുണ്ട്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, മാൾട്ടോസ്, അങ്ങനെ ഗലക്ടോസ്, അങ്ങനെയുള്ള ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. തൽക്കാലം അതിലേക്ക് പോണ്ട. ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു സാധനം ഒരു കോശത്തിലേക്ക് കയറണമെങ്കിൽ അതിന്റെ കൂടെ ഇൻസുലിൻ കൂടാൻ കയറണം. അതിന്റെ അർത്ഥം ഓരോ കോശത്തിന് രണ്ട് ദ്വാരമുണ്ട്. ആദ്യത്തെ ദ്വാരത്തിൽ ഇൻസുലിൻ വന്നിട്ട് ആ ദ്വാരം തുറന്നാൽ മാത്രമേ ഓട്ടോമാറ്റിക്കലി കാർബോഹൈഡ്രേറ്റിനെ സ്വീകരിക്കുന്ന ദ്വാരം തുറക്കുള്ളൂ. അപ്പോഴാണ് അത് എനർജി ആയിട്ട് കൺവേർട്ട് ആവുള്ളൂ. ഷുഗർ രോഗികളിൽ ഉണ്ടായ മെയിൻ പ്രശ്നം ആ ഇൻസുലിൻ സ്വീകരിക്കുന്ന ദ്വാരം മുട്ടിയിട്ടും തുറക്കണില്ല. അവിടെയാണ് മെയിൻ പ്രശ്നം കിടക്കുന്നത്. അപ്പൊ അതിനെ ആണ് നമുക്ക് നോർമലൈസ് ചെയ്യേണ്ടത്. അത് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലൈഫ് സ്റ്റൈലിന്റെ കേസുകൾ. ഇനി ടൈപ്പ് 2 ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻസ് ഏറ്റവും മോശമായ ഒരു കാര്യം എന്താണെന്ന് നോക്കിയേ, ആ കാലുമേ പിടിക്കുന്ന ഗാംഗ്രീൻ. കാലൊക്കെ പഴുത്ത് നമ്മൾ മുറിഞ്ഞത് പോലും നമ്മൾ അറിയില്ല. എന്നിട്ട് പതുക്കെ 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 അതിൽ ബാക്ടീരിയൻ ഇൻഫെക്ഷനും കാര്യങ്ങളുണ്ട്. അത് പഴുത്ത് പഴുത്ത് ലാസ്റ്റ് കാലൊക്കെ മുറിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇത് ഗാംഗ്രീന്റെ വേറൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചിരിക്കുകയാണ്. സ്വെല്ലിംഗ് ഉണ്ട് അങ്ങനെയുള്ള. അപ്പൊ ഇത് പലരും ഇത് അറിയാറില്ല. ഞാൻ പല ആൾക്കാര് പല വീട്ടുകാര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് അടുത്തത് ഏറ്റവും വലിയ പ്രശ്നം കണ്ണിന്റെ കാഴ്ച. ഇത് കണ്ണിന്റെ റെട്ടീനന്റെ ബാക്കിൽ ഞരമ്പുകളാണ്. ആ ഞരമ്പുകളിൽ ബ്ലഡ് ലീക്കായി അത് പൊട്ടി അതിന്റെ കണക്ഷനുകൾ പൊട്ടും. പിന്നെ കാഴ്ച മങ്ങാണ്. കണ്ണിന് കുഴപ്പമില്ല, പക്ഷെ റെട്ടീനൽ ഡാമേജ് ആണ് ഇവിടെ വരുന്നത്. ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നത് ഡയബറ്റിക് പേഷ്യൻസിലാണ്. പിന്നെ സ്ട്രോക്ക് അതേപോലെയുള്ള കാര്യങ്ങൾ, കാല് മുറിച്ച് കളയേണ്ട ഗതികേട് വരുന്നത് 51% ഡയബറ്റിക് ആണ്. പിന്നെ കിഡ്നി ഫെയിലിയർ 28% കിഡ്നി പോണോർ ഡയബറ്റിക് പേഷ്യൻസ് തന്നെയാണ്. അപ്പൊ അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഇത്. ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ്. എന്താ കാര്യം വെച്ചാൽ സെക്ഷുവൽ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവും, പുരുഷന്മാർക്ക് ഉണ്ടാവും. ഇതേ പ്രകാരം തന്നെ എന്താ കാര്യം വെച്ചാൽ അത് അറിയാനും വളരെ സിമ്പിളാണ്. ഇത് കൂടുതലുള്ള സമയത്ത് നമുക്ക് മൂത്രമൊഴിക്കുന്ന സമയത്തൊക്കെ പ്രത്യേകം മണം ഉണ്ടാവും. അപ്പൊ ആ സ്മെല്ലൊക്കെ മനസ്സിലാവുന്ന സമയത്ത് മൂത്രം പോവാൻ ബുദ്ധിമുട്ട്. ഇതേ പ്രകാരം തന്നെ നമുക്ക് പണി ചെയ്യാനുള്ളൊരു മടി, അങ്ങനെയുള്ള പല പ്രശ്നങ്ങള്. ശ്വാസം വലിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക സ്മെല്ല് ഉണ്ടാവും. ഈ ആസെറ്റോൺ മണക്കണ പോലെയാണ് ശ്വാസത്തിന്റെ പ്രശ്നങ്ങള്, ബ്രീത്തിങ് പ്രോബ്ലങ്ങള്, കണ്ണിന്റെ കാഴ്ച, പിന്നെ ദഹന പുളിച്ചു തേട്ടല്, ഛർദിക്കല്. പിന്നെ മൂത്രത്തിനെ സംബന്ധിച്ച് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാം. ഷുഗർ തുടങ്ങുന്നതിന്റെ 10-20 വർഷം മുൻപേ നമുക്ക് ഇതിന്റെ അടയാളങ്ങൾ കിട്ടും. എന്താണ് അടയാളങ്ങള്? ഒന്ന് ഉറക്കക്കുറവ്, ഒന്ന് മൂത്രമൊഴിക്കുന്ന സമയത്ത് നന്നായിട്ട് മൂത്രം സോപ്പ് വെള്ളം പോലെ പതയും. അപ്പൊ പിന്നെ പുളിച്ചു തേട്ടല്, ഇത് എന്ത് ഭക്ഷണം കഴിച്ചാലും ദഹിക്കാണ്ട് വരുന്നത്. ഉറപ്പായിട്ട് ഈ ടൈമിങ് കാര്യങ്ങളൊക്കെ അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇതൊക്കെ ഞാൻ കാണിച്ചിരിക്കാണ്. അപ്പൊ എന്താണ് ഹൈപ്പർ വെന്റിലേഷൻ? നമ്മള് എന്നിങ്ങനെ ഒക്കെ ആക്കല്. ഓ ദൈവമേ, വല്ലാണ്ട്. അപ്പൊ അത് അങ്ങനെ ഒക്കെ ആക്കാച്ചെങ്കിൽ നമുക്ക് അവിടെ വീണ്ടും വേറൊരു സപ്ലിമെന്റ് ഉണ്ട്. അതിന്റെ പേരാണ് ഡയബറ്റിക് കെയർ. എന്താണ് ഡയബറ്റിക് കെയർ? ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. എക്സാമ്പിൾ ചിലത് മാത്രമേ ഞാൻ പറയുള്ളൂ. കൈപ്പക്കേന്റെ കുരുവിലാണ് അതിന്റെ സത്ത്. കരിവേപ്പില ഇലേന്റെ കുരുവിലാണ് സത്ത്. ഇതേപോലെ അശ്വഗന്ധ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാവൽപ്പഴം അതിന്റെ കുരുവിലാണ് സത്ത്. ഇതേ പിന്നെ കരുവാപ്പട്ട ഇതിൽ എടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ടോട്ടലി നാച്ചുറൽ ആണ്. പക്ഷെ ഡയബറ്റിക് കെയർ എപ്പോഴാണ് കഴിക്കേണ്ടത്? ആഹാരം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ്. ഇത് ഡയബറ്റീസിനുള്ള മെഡിസിൻ ആണോ? അല്ലേ അല്ല. ഇതെന്താണ്? ഡയബറ്റീസിന് ഒരു സഹായമാണ് അതിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിന്റെ അബ്സോർപ്ഷനെ സ്ലോ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇത് ആണെന്ന് മാത്രമേ ഉള്ളൂ. നത്തിങ് ടു ഡു വിത്ത് മെഡിസിൻ. അപ്പൊ ഇത് എന്താ വെച്ചാൽ ഇത് സഹായമാണ്. അപ്പൊ എത്ര നേരം കഴിക്കണം? 3-4 നേരം വെട്ടി മിണുങ്ങാണെങ്കിൽ 3-4 നേരം കഴിക്കണം, അത്രയ്ക്കേ ഉള്ളൂ. അപ്പൊ അതാണ് ഇതൊക്കെ ഞാൻ ചില പടങ്ങൾ കാണിച്ചിരിക്കുന്നത്. അപ്പൊ കോൺസ്റ്റിപ്പേഷൻ പ്രോബ്ലംസ് ആന്റൈ ക്യാൻസറസ് ആണ്. എന്താണ്
ശൈരൈത്യ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ഉണ്ട്. മലയാളം പേരും സംസ്കൃത പേരും ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് എൻ്റെ പ്രൊനൗൺസിയേഷൻ തെറ്റാൻ വഴിയുണ്ട്. കാരണം എല്ലാ ഭാഷകളും സംസാരിക്കുന്ന കാരണം കൊണ്ട് എനിക്ക് പല പ്രൊനൗൺസിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും. അപ്പൊ അവിടെയാണ് അടുത്തത് മാമേ ജാവ, അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. ഇന്ത്യൻ വൈറ്റ് ഹെഡ് എന്ന് നമ്മൾ പറയാറുണ്ട്. മലയാളത്തില് വളരി എന്ന് പറയുന്നത് അതിന്റെ പൗഡറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്താ വെച്ചാൽ അൾസർ, ആന്റൈ ട്യൂമർ, ഇതൊക്കെ ഇതിൽ പെടുന്നതാണ്. മധുനാശിനി, ഇത് നല്ലൊരു സസ്യമാണ്. വളർത്താൻ പറ്റുന്നവരാച്ചെങ്കിൽ ഇതൊക്കെ വളർത്തിയിട്ട് ഇതിന്റെ ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ചോളും. മധുനാശിനി നമ്മുടെ സാധാരണ പല വീട്ടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഷുഗർ ഉണ്ടായിട്ടില്ല, പക്ഷെ ഷുഗറിന്റെ സിംറ്റംസിനെ നമുക്ക് കണ്ടോളൂ. കയ്പയ്ക്ക ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം അത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുക. പിന്നെ വിജയ് സാർ എന്ന് പറയുന്ന ഒരു സസ്യമാണ്, വെങ്ങ എന്ന് മലയാളത്തില്. അശ്വഗന്ധ 100% ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. 100 കുതിര അല്ലെങ്കിൽ 100 ഇത് പവർ, അങ്ങനെയുള്ള ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ക്യാൻസറിനും ഒക്കേനും അത്ഭുതമാണ് അശ്വഗന്ധ. അപ്പൊ അങ്ങനെയുള്ള ഒരു എക്സ്ട്രാക്ട് ഉണ്ട്. പിന്നെ ഭണ്ഡാര കൊടുക്ക, അപ്പൊ അങ്ങനെയുള്ള ഒരു പൂവിന്റെ ചില വിത്തുകളൊക്കെ എടുക്കാനുണ്ട്. അത് ഡയറിയ, അങ്ങനെയുള്ള മോഷൻസ് ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ ചവ്യ റൂട്ട്, ഇതും നമ്മുടെ ബോഡിക്ക് ആവശ്യമാണ്. കോൺസ്റ്റിപ്പേഷൻ, പാരലിസിസ്, അങ്ങനെയുള്ള ഞരമ്പ് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, വേം ഇൻഫെസ്റ്റേഷൻ, വരെ പോകാനൊക്കെ പേരന്റിലൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ കോമൺ ആയിട്ട് ഉറപ്പായിട്ടും മെഡിസിനും വേറെയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ വീട്ടിൽ ചെയ്യാവുന്ന വിഷയങ്ങളൊക്കെ ആണ്. അത് മെഡിസിനായിട്ട് കൂട്ടിക്കലർത്തത്. മെഡിസിൻ നമ്മൾ നിർത്താനും പാടില്ല കേട്ടോ. ഇതൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് പല ആൾക്കാർ ചെയ്യുന്ന തെറ്റ് എന്താ വെച്ചാൽ ദേ സ്റ്റോപ്പ് ദയർ മെഡിസിൻസ്. നോ, ദാറ്റ് ഈസ് ടോട്ടലി റോങ്. മെഡിസിൻ ഹാസ് ടു ബി കണ്ടിന്യൂഡ്. യൂസ് ദീസ് പ്രോഡക്ട്സ്, ചേഞ്ച് യുവർ ലൈഫ്. ആ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുമ്പോൾ തന്നെ ഷുഗർ ലെവലും കാര്യങ്ങളൊക്കെ നോർമലിലേക്ക് വന്നിട്ട് അത് കോൺസ്റ്റന്റിൽ അങ്ങനെ പോവുകയാണെങ്കിൽ 100% നമ്മൾ അത് കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് ആ മെഡിസിൻസ് ഡോക്ടറിനോട് ചോദിച്ചിട്ട് നിർത്താവുന്ന വിഷയമുള്ളൂ. കറുവാപ്പട്ട അത്ഭുതമാണ്. എൻ്റെ അമ്മയെ, ഞാൻ ഇതിനെ കുറിച്ചൊക്കെ പഠിച്ച സമയത്താണ് ഞാൻ ആലോചിക്കുന്നത്. നിത്യ യൗവനത്തിന്റെ ഒരു വലിയൊരു ഔഷധമാണ്. ഈ സന്യാസിമാർ 100-200 വർഷം കഴിഞ്ഞതിന് ശേഷം യൗവനത്തിൽ ഇരിക്കുന്നതിന്റെ വലിയൊരു ഇതാണ്. ഉറപ്പായിട്ടും ഇതിന്റെ ഒക്കെ സപ്ലിമെന്റുകൾ നമ്മൾ പതുക്കെ പതുക്കെ ഉണ്ടാക്കുന്നതാണ്. എന്തായാലും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു കാര്യമാണ്. അപ്പൊ മാനേജ് ടൈപ്പ് 2 ഡയബറ്റീസ്, ഇത് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. കറുവാപ്പട്ട കുറച്ച് എടുത്തിട്ട് നമ്മുടെ ഇലകളോ കാര്യങ്ങളോ എടുത്തിട്ട് വടയൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ചായയോ അങ്ങനെയുള്ള ഐറ്റംസത്തിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ നോക്കാം, വീണ്ടും ഒരുപാട് സസ്യങ്ങൾ ഞാൻ ഇവിടെ കാണിക്കേണ്ടത്. കാണുമ്പോൾ നിങ്ങൾക്ക് അത് തിരിച്ച് അറിയും. കുട്ടുക്ക എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അവിടെയാണ് ഇമ്പോർട്ടന്റ്. ഉറക്കത്തിന് വേണ്ടി കമ്പൾസറി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ട്. ഹെർബൽ ഹെയർ ഓയിൽ എന്നാണ് പേര്, പക്ഷെ ഓൾ ഇൻ വൺ ഹെയർ ഓയിൽ എന്നും കൂടെ അതിന് പേരുണ്ട്. ഓൾ ഇൻ വൺ ഓയിൽ എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഇപ്പൊ കൂർക്കമലി, അസുഖത്തിന് ഒരു പ്രശ്നം തന്നെയാണ്. മൂക്കടപ്പ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ കൂർക്കമലിക്കാർക്ക് എന്ത് ചെയ്യാം? തലേന്റെ നിരയിൽ ഒരു 3-4 തുള്ളി ഒഴിച്ചിട്ട് വെറുതെ പറ്റിയാൽ മതി. ഇതേ പ്രകാരം കാൽപാതേന്റെ അടിയിൽ പറ്റുക. അപ്പൊ ഇതിൽ എന്തൊക്കെയുള്ള, ഇതിൽ നെല്ലിക്ക, തുളസി, അശ്വഗന്ധ, അതേപോലെ പുനർനവ, ബ്രഹ്മി, അങ്ങനെയുള്ള ഭൃംഗരാജ്, കർപ്പൂരം. കർപ്പൂരം എന്ന് പറഞ്ഞാൽ സസ്യാണ് കേട്ടോ, മറ്റേ കർപ്പൂരം അല്ല. കേരതൈലം, നാളേരത്തിന്റെ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഉറപ്പായിട്ട് ഇതിന്റെ ടോപ്പിക്ക് മാത്രം വരുന്ന സമയത്ത് അപ്പൊ ഇത് ഒന്ന് മനസ്സിലാക്കാം. ഷുഗർ രോഗികൾ ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഷുഗർ മാത്രമല്ല ഒരുവിധം എല്ലാവരും ചെയ്താൽ നല്ലത്, കാൽപാതന്റെ അടിയിൽ നന്നായിട്ട് പരട്ടി ഒന്ന് മസാജ് ചെയ്യുക. അപ്പൊ അത് ഒരു കിടന്നുറങ്ങുന്നതിന്റെ അരമണിക്കൂർ മുൻപ് ഇതേപോലെ നിറയില് കുറച്ച് നമ്മൾ 2-3 തുള്ളി ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ പല ത്രോട്ട് ഇൻഫെക്ഷൻ അങ്ങനെ പലതും നമുക്ക് മാറ്റാൻ സാധിക്കും. ഇനി കാൽപാതന്റെ അടിയിൽ പറ്റിയാൽ ഉറക്കം വരാത്ത ചില വ്യക്തികളുണ്ട്. ഹൈ ഡോസ് ഉറക്ക ഗുളിക കഴിക്കുന്നവരോ അല്ലെങ്കിൽ സ്റ്റെറോയിഡ്സിന്റെ ഹൈ ഡോസുകൾ കഴിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കിട്ടണം. അതർവൈസ് 95% ഓഫ് ദ പീപ്പിൾ ഗെറ്റ് എക്സലന്റ് റിസൾട്ട്. ഞാനും ഇത് ചെയ്യാറുണ്ട്. വല്ലാണ്ട് ടയേർഡുള്ള ദിവസമൊക്കെ ഞാനിത് കാലിന്റെ അടിയിൽ മസാജ് ചെയ്യും. വയറ് ശുദ്ധീകരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശോധന എല്ലാ ദിവസവും പോകണം. ഇരുന്ന് അപ്പൊ തന്നെ ഭംഗിയായിട്ട് ക്ലിയർ ആവണം. ഇത് ഇമ്പോർട്ടന്റാ. അപ്പൊ അതാവാത്തവർക്ക് ലൈറ്റ് ഫീൽ എന്ന് പറയുന്ന ഒരു പൗഡർ ഉണ്ട്. നാച്ചുറൽ ആണ്, മറ്റേ ലാക്സേറ്റീവ് അല്ല. ഇതിൽ നെല്ലിക്ക, കടുക്ക, താനി, അങ്ങനെയുള്ള അനേക സസ്യങ്ങളുണ്ട്. നാച്ചുറൽ ആണ്. വേണമെങ്കിൽ ഒരു നുള്ള് നമ്മൾ എല്ലാ ആഹാരം കഴിഞ്ഞ് തന്നെ പിന്നീട് നമുക്ക് കഴിയും, ഒരു നുള്ള് മതി.
കിടക്കുന്ന സമയത്താണെങ്കിൽ എന്ത് ചെയ്യാ, നമുക്ക് ഒരു ടീസ്പൂണ് ചെറിയ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് കുടിക്കാം. കുടിച്ചു കഴിഞ്ഞാൽ പതുക്കെ നമുക്ക് അടുത്ത ദിവസം മോഷൻ എങ്ങനെ പോകണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അത് ലൂസ് ആണെങ്കിൽ, കുറച്ച് ലൂസായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അളവൊന്ന് അടുത്ത ദിവസം കുറച്ച് കൊണ്ടുവന്നാൽ മതി. അത് കറക്റ്റ് പോകണമെങ്കിൽ അളവ് ശകലം കൂട്ടിയാൽ മതി. അതുകൊണ്ടാണ് ഇത് പൗഡർ രൂപത്തിൽ 100% നാച്ചുറൽ. ആർക്കും, പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്കൊക്കെ ഞാൻ ഇത് റെഗുലർലി കൊടുക്കാറുണ്ട്. എന്താ കാര്യം വെച്ചാൽ നോ സൈഡ് എഫക്ട്സ്. കാരണം നെല്ലിക്കയും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള, കടുക്ക പ്രത്യേകിച്ച് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ. ചില ആൾക്കാർക്ക് സംശയമുണ്ട് കടുക്ക കഴിച്ചാൽ വേറെ പ്രശ്നങ്ങളുണ്ട്. ഒരു പ്രശ്നവുമില്ല. സത്യം പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഓരോ വസ്തു, ഈവൻ പല്ല് തേക്കുന്ന കെമിക്കലുള്ള പേസ്റ്റിന്റെ ദോഷം പോലും നമ്മുടെ കടുക്കേനേക്കാളും 100 ഇരട്ടി കൂടുതലാണ്. ഞാൻ എടുത്തു പറയും, സയന്റിഫിക് റിസർച്ച് തന്നെയാണ്. പക്ഷെ ജനങ്ങൾക്ക് പ്രകൃതിയോട് ഇന്ന് സംശയം വരാൻ തുടങ്ങി. അവിടെയാണ് വലിയ വിഷമം. ദൈവമേ, എന്തിനാണ് മനുഷ്യനെ പ്രകൃതിനെ സംശയിക്കാൻ തുടങ്ങിയെന്ന് ചോദിച്ചാൽ എനിക്ക് എൻ്റെ കയ്യിൽ ഒരു ഉത്തരവില്ല. അപ്പൊ ഇതാണ് ഡയബറ്റീസുകാർക്ക് കൊടുക്കുന്ന ഓപ്ഷൻ. ഒന്ന് മാത്രം മനസ്സിലാക്കാം. അതിരാവിലെ പറ്റെങ്കിൽ ചെറുനാരങ്ങന്റെ തോല് തിളപ്പിച്ച് ആറിയ വെള്ളത്തിൽ നമ്മൾ ഒരു 5 മില്ലി കുറുക്കുമ, ഷുഗറിൽ ചെറിയ ഹൈക്കിങ്ങും കാര്യങ്ങൾ കാണിക്കുകയാണെങ്കിൽ 5 എന്നുള്ളത് 2 ആക്കാം, അല്ലെങ്കിൽ ഒരു തുള്ളി മാത്രം ആക്കാം. ഇനി കുഴപ്പമില്ലാന്ന് തോന്നുകയാണെങ്കിൽ 2 നേരമാക്കാം. രാത്രി കിടക്കുന്ന സമയത്ത് പതുക്കെ പതുക്കെ 15-20 ദിവസം കഴിഞ്ഞാൽ അത് 10 മില്ലി രാവിലെ 10 വൈകിട്ടും. ലൈഫ് സ്റ്റൈലുകൾ ചേഞ്ച് വരാം. പ്രത്യേകിച്ച് ആഹാരം, വേവിച്ച ആഹാരം 7:30 മുൻപ് തന്നെ, 8 മണി മാക്സിമം. അത് കഴിഞ്ഞിട്ട് വേണ്ട. ആവുണ്ടും നോണ് ഒന്ന് അവോയ്ഡ് ചെയ്താൽ, ഏത് വൈകിട്ടുള്ള ആഹാരത്തിൽ അവോയ്ഡ് ചെയ്താൽ നല്ലത്. ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പിന്നെ ബാക്കി ഞാൻ പറഞ്ഞ പോലെ ഓൾ ഇൻ വൺ ഓയിൽ കാൽപാതേന്റെ അടിയിൽ. ആവുന്നതും ബ്രേക്ക്ഫാസ്റ്റുകൾ ഹൈ ഫൈബർ ഡയറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുക. ഇതൊക്കെ ചെയ്യാം. ഇതൊരു മെഡിക്കേഷനോ ഒന്നുമല്ല, ഓൾട്ടർനേറ്റീവ് ട്രീറ്റ്മെന്റും അല്ല. ഇത് വെറും സപ്ലിമെന്റ് ആണ്, ഒരു ഇൻഫർമേഷൻ ആണ്. പക്ഷേ ഈ ഇൻഫർമേഷൻ കേട്ടതും പാലിച്ചതും സത്യം പറഞ്ഞാൽ കഴിഞ്ഞ 8 വർഷമായിട്ട് CSM എന്ന് പറയുന്ന കമ്പനി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 2.5-3 വർഷമാവണു. പക്ഷെ കൊടുത്തിരിക്കുന്ന 80% ഓഫ് ദ പീപ്പിൾ ഗോട്ട് എക്സലന്റ് റിസൾട്ട്സ്. ഒന്നല്ലെങ്കിൽ അത് കുറഞ്ഞു, അല്ലെങ്കിൽ അത് കൺട്രോൾ, ആ ഒരു കൺട്രോളിൽ നിന്നു എന്ന് പറയാം. കാരണം ചില പ്രായം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ പല ചിലവരുടെ സെല്ലുകൾ വളരെ ഡാമേജ്ഡ് ആണ്, അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഒറ്റ ചോദ്യം മാത്രം. കാരണം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും, ഞാൻ പോലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത വ്യക്തി തന്നെയാണ്, വേറെ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു എന്ന് മാത്രം. പക്ഷെ ഇവിടെ ഞാൻ ഒന്ന് മാത്രം പറയട്ടെ, മരുന്ന് കഴിച്ചുകൊണ്ട് ഒരാൾക്കും കൊളസ്ട്രോളോ ഷുഗറോ BP ഒന്നും മാറിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ മരുന്ന് അതിനെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്നു മാത്രമേ ഉള്ളൂ. ഡോക്ടേഴ്സിന് അത് പറയാൻ സമയമില്ല. പക്ഷേ യു മസ്റ്റ് ഫൈൻഡ് ഇറ്റ് ഔട്ട്. അപ്പൊ ഫൈൻഡ് ഇറ്റ് ഔട്ടിന് നമുക്ക് നേരില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് കൊണ്ടുവരുന്നത്, ഇൻഫർമേഷൻ കൊടുക്കുന്നത്. ജീവിതശൈലി ഒന്ന് മാറ്റാം. എല്ലാ സപ്ലിമെന്റുകളും നമുക്ക് തിരിച്ചറിയാനും കെമിക്കൽ വൈറ്റമിൻസും ഇതൊക്കെ തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം എന്നില്ല പ്രാക്ടിക്കലി, അത് എത്ര വലിയ ആളാണെങ്കിൽ പോലും. അപ്പൊ ഈ മാറ്റങ്ങൾ നിങ്ങൾ കൊണ്ടുവരാ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പൊ 80-90% ആൾക്കാർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കും ആയിക്കൂടാ, അല്ലേ? അപ്പൊ ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് ഞാൻ ഇതേപോലെ ഓരോ ടോപ്പിക്കുകൾ ഞാൻ ഇടുന്നതാണ്. എന്തായാലും ഷുഗർ രോഗികൾ വളരെ കൂടുതലായ കാരണം കൊണ്ട് ഞാൻ അവർക്കുള്ള ഇൻഫർമേഷൻ ഇവിടെ ഇട്ടു എന്ന് മാത്രം. കാർബോഹൈഡ്രേറ്റിന്റെ കേസ് വരുന്ന സമയത്ത് ഒന്ന് മാത്രം മനസ്സിലാക്കുക, അരി ആഹാരം മാത്രമല്ല കാർബോഹൈഡ്രേറ്റ്, ഗോതമ്പും ഇത് അത് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. അപ്പൊ എന്തൊക്കെ കാർബോഹൈഡ്രേറ്റ് എന്ന് നോക്കുക, അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക. പഞ്ചസാര മാത്രം നിർത്തിയോണ്ട് ഒന്നും കാര്യമില്ല. നമ്മൾ കഴിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക് സിവിയർലി ഹൈ കാർബോഹൈഡ്രേറ്റ് ആണ്. നമ്മൾ കഴിക്കുന്ന ബ്രെഡ്, അതുപോലെ റെഡിമെയ്ഡ് ഐറ്റംസ്, ഒന്ന് ചിന്തിക്കുക. ഫ്രഷ് ആഹാരമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത്. പഴകിയ ആഹാരം, ഫ്രിഡ്ജിൽ വെച്ച ആഹാരം പോലും ദോഷമാണ്. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരം ഉണ്ടെങ്കിൽ 100% നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അതിന്റെ ബട്ടൺ താഴത്തുണ്ടാവും, എൻ്റെ മുഖത്തിന്റെ ഒരു ബട്ടൺ അതിലുണ്ടാവും, അതുമേ ക്ലിക്ക് ചെയ്താലും മതി, അല്ലെങ്കിൽ താഴത്ത് സബ്സ്ക്രൈബിൽ ക്ലിക്ക് ചെയ്താലും മതി. മുന്നോട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ അതിന്റെ ഒരു മെസ്സേജിങ്ങിൽ നിങ്ങളുടെ ഇതിലേക്ക് ഉണ്ടാവും, നിങ്ങളുടെ യൂട്യൂബിൽ ഉണ്ടാവും, ഇങ്ങനെ പുതിയ വീഡിയോ ഇറക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾക്ക് ഒരു ഇൻഫർമേഷൻ ആണ്, ഒന്ന് മാത്രം മനസ്സിലാക്കാം.
മരുന്നുകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ആസ്പത്രികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, വിദ്യാഭ്യാസം കൂടിക്കൊണ്ടിരിക്കുകയാണ്, സുഖസൗകര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താണ്? ഈ സുഖസൗകര്യങ്ങളാണ് നമ്മുടെ എല്ലാ പ്രശ്നത്തിന്റെ ഒരു കാരണമായി മാറിയിരിക്കുന്നത്. ദൈവം സുഖം തരട്ടെ, വിഷയമില്ല. പക്ഷെ അതിനനുസരിച്ചിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യാനും നമുക്ക് അതിനുള്ള ബുദ്ധി ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇഷ്ടപ്പെട്ടാൽ അനേക വ്യക്തികൾക്ക് ഇത് ഫോർവേഡ് ചെയ്യുക. അവർക്കൊരു അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ഫോർവേഡിങ് ചെയ്യുമ്പോൾ തന്നെ ഇതൊരു അനുഗ്രഹമാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.